നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നൊരു ഫുഡ് വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ ഞാൻ പറയും, ഞാൻ അൽഫാമോ ഷവായോ മന്തി ഒന്നുമല്ല കഴിക്കുന്നത്. അപ്പോൾ അത് ബോറടിപ്പിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഈ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പലർക്കും ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവർക്ക് ഞാൻ ലാസ്റ്റ് ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ട് 2 മണിയൊക്കെ കഴിക്കണം കേട്ടോ. കറക്റ്റ് ഉച്ച എന്ന് പറയാൻ പറ്റില്ല. ആ കോണി കയറി വരുന്നത് നമ്മുടെ ഫുഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കറക്റ്റായിട്ട് വന്നു. പിന്നെ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മന്തിക്കും അൽഫാമിനൊക്കെ എന്താ പ്രത്യേകിച്ചാൽ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും. ബാക്കി എന്ത് കഴിച്ചാലും നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഒരു ബിരിയാണിയും പറഞ്ഞു, ഒരു ബീഫ് കൊണ്ടാട്ടും പറഞ്ഞു, അതുപോലെ തന്നെ ബട്ടർ നാനും പറഞ്ഞു കേട്ടോ. ബീഫ് കൊണ്ടാട്ടം ഞാൻ കഴിക്കാൻ കാരണം ഇവിടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഷാണ് ബീഫ് കൊണ്ടാട്ടം. കഴിച്ചവർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനും കഴിച്ചിട്ടില്ല എതിരായിട്ട്. അപ്പോൾ ഞാൻ അതും കഴിക്കാൻ ലെവലിൽ വന്നു. അപ്പോൾ ബിരിയാണി നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ബീഫ് കൊണ്ടാട്ടും ഞാനും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം കഴിച്ച പോലെയായി. അപ്പോൾ എൻ്റെ കൂടെ ഷാഫി ഉണ്ട്. അപ്പോൾ ഷാഫി ആദ്യം തന്നെ വിളമ്പുണ്ട്. ഇവിടുത്തെ ബിരിയാണിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുട്ടയുണ്ടാവും, പപ്പടം ഉണ്ടാവും. പക്ഷേ ബിരിയാണിയുടെ റേറ്റ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നോർമൽ റേറ്റ് ഒന്നുമല്ല. പക്ഷേ ഒരു മുട്ടയും പപ്പടവും ഉണ്ടാവും. അതുപോലെ സാലഡും പിക്കിളും ഉണ്ടായിരിക്കും. അതെല്ലായിടത്തും ഉണ്ട്. ബീഫ് കൊണ്ടാട്ടം അടിപൊളിയായിരുന്നു കേട്ടോ. ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ശരി, ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ പ്രൈസിങ്ങും കുഴപ്പമില്ലായിരുന്നില്ല. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി വൈസും അത്യാവശ്യത്തിന് നല്ല ബീഫ് കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഫുഡ് കഴിച്ച് കഴിയുന്നവരെ ഞങ്ങൾക്ക് കഴിക്കാണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ബിരിയാണിയും നന്നായിരുന്നു. റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യല്ല ഞാൻ പറയാം. ബട്ട് ബിരിയാണി റൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ബിരിയാണിയുടെ പീസാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഒട്ടും മട്ടിക്ക്, അതായത് നമുക്കിങ്ങനെ ഇതെങ്ങനെ കഴിഞ്ഞാൽ മതി എന്ന രീതിയിൽ നമ്മൾ കഴിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് കേട്ടോ. ഭയങ്കര ഓവർ മസാല ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബിരിയാണി പീസിൻ്റെ ചിക്കൻ ദമ്മായിരുന്നു. അതായത് മസാല ഫ്രൈഡ് പീസായിരുന്നില്ല കേട്ടോ, ദമ്മിട്ട പീസായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ബീഫ് കൊട്ടാരം പറയുകയാണെങ്കിൽ അത് ലേശം ഒരു ഒരു ചെറിയൊരു സ്വീറ്റ് ഉണ്ടായിരിക്കും, എരിവും ഉണ്ട്, രണ്ടും ഉണ്ട്. അതായത് എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ബട്ട് ആ ഫ്ലേവർ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് രീതി മാറ്റണമെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്ക്കില്ല. ഞാൻ കൈയ്യേറ്റേ കഴിക്കുള്ളൂ. എനിക്ക് സ്പൂണായിട്ട് കഴിക്കാൻ വയ്ക്കില്ല. വീഡിയോ എടുക്കുന്ന വെച്ചിട്ട് ഓവർ പരിഷ്കാരിയാവാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ മേടിച്ചപ്പോൾ ഞാൻ കൂടെ അവരെ ഗ്രേവി ഞാൻ മേടിച്ചിട്ടു. അതെന്തിനാ വെച്ചാൽ എല്ലായിടത്തും ഗ്രേവി അത്യാവശ്യം ഏറെ ബോറായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഗ്രേവി എന്താണെന്ന് അറിയില്ല. നമ്മൾ സാധാരണക്കാർ മെയിനായിട്ട് ചെയ്യുന്നതാണ് 2 പൊറാട്ടയും ഗ്രേവി മേടിച്ച് കഴിക്കുക. അപ്പോൾ ആ രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ അവർ ട്രീറ്റ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി ഗ്രേവി മേടിച്ച്. ഗ്രേവി തിക്നെസ്സൊക്കെ വേണം. വെള്ളം പോലത്തെ ഗ്രേവി എന്നല്ല. കാരണം അങ്ങനത്തെ ഗ്രേവി ഞാൻ ഒരുപാട് സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ തക്കാളിയുടെ ഒക്കെ ഫ്ലേവർ കുറച്ച് കയറി നിന്നിട്ട് കുറച്ച് ലേശം മധുരം ഫ്ലേവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രേവി ആയിരുന്നു കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാനും ബീഫും കൂടി കഴിച്ചു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ എനിക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിരുന്നു. അതുപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റ് എ സിയാണ്. ഇപ്പോഴത്തെ ചൂടിന് പ്രത്യേകിച്ച് ഒരു നല്ലൊരു കൂളിംഗ് ആംബിയൻസിൽ ഇന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. അതായത് ഞാൻ എ സി ഇല്ലാത്ത റെസ്റ്റോറൻറ്റ്സിന് കുറ്റം പറയല്ല. ബട്ട് ഇപ്പോഴത്തെ ചൂടിനും കാര്യങ്ങൾക്കും മിക്കവരും എ സി റെസ്റ്റോറൻറ്റ്സാണ് ചൂസ് ചെയ്യുക. കാരണം വേറെ വഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ആ ഗ്രേവി വെച്ച് കൂട്ടി കഴിച്ച് നോക്കി. എനിക്ക് അത്യാവശ്യം ഏറെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കുറ്റം പറയാൻ തോന്നിയില്ല. ഒരു ലേശം സ്വീറ്റ്നെസ് ഫീൽ ചെയ്തു. ബട്ട് നല്ലൊരു ഗ്രേവിയായിരുന്നു. തിക്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പ്രൈസിങ്ങും ചോദിക്കുന്നുണ്ടാവും. രണ്ടും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടും ഞാൻ ആഡ് ചെയ്യാതെ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മുകളിലത്തെ എ സി ഡൈനിങ് ആണിത്. ഏകദേശം ഒരു 19-60 ആൾക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ബില്ല് കണ്ടല്ലോ, ബില്ല് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി 160 അങ്ങനെ ആ റേറ്റിങ്ങിലാണ് എല്ലാം വരുന്നത്. കുഴപ്പമൊന്നുമില്ല, വലിയ അലമ്പൊന്നുമില്ല. തരക്കേടില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോർമൽ വെച്ച് നോക്കുമ്പോൾ അടിയിലും ചെറിയൊരു രീതിയിൽ ഡൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ലെഗസി എന്നാണ്. ലെഗസി റെസ്റ്റോറൻറ്റ് എവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബേക്കിങ്ങും അതുപോലെ തന്നെ ചെറുതുരുത്തി KCBയും അതുപോലെ AFCയും JBR ഷാലിമാർ ഇവരൊക്കെ അടങ്ങിയിരിക്കുന്ന ചെറുതുരുത്തി പാലത്തിൻ്റെ അടുത്താണ് ലെഗസി. നമ്മുടെ പഴയ അറേബ്യൻ മാറിയിട്ട് ഇപ്പോൾ ലെഗസി എന്ന റെസ്റ്റോറൻറ്റാണ്. പോയി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ സബ്സ്ക്രൈബ് ചെയ്യുക.